നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വർഷത്തെ ആദ്യത്തെ എൽ ക്ലാസിക്കോ പോരാട്ടം, അതും കിരീട പോരാട്ടം, സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം ഇതാ നമ്മുടെ മുന്നിലേക്ക് ഞായറാഴ്ച എത്തുകയാണ്. ജിദയിലെ സ്റ്റേഡിയത്തിൽ റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ നേർ ഏറ്റുമുട്ടുമ്പോൾ തീവറക്കും എന്ന കാര്യം ഉറപ്പാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് കടക്കുമ്പോൾ ബാഴ്സലോണ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ 5-0 മുക്കിയിട്ടാണ് വരുന്നത്. റയലിൻ്റെ സ്ക്വാഡിൽ കിലിയൻ എംബാപ്പെ ഇതുവരെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഫൈനലിൽ എംബാപ്പെ ഉണ്ടാകും. അക്കാര്യം ഇതാ കൺഫേം ചെയ്തിരിക്കുന്നു. ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം ഞായറാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം. ഏതായാലും ഇന്നലത്തെ മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയതിന് ശേഷം കൃത്യമായിട്ട് സാബി അലോൺസോ അക്കാര്യം പറഞ്ഞു. കിലിയൻ എംബാപ്പെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സൗദി അറേബ്യയിൽ ലാൻഡ് ചെയ്യും. ഹി ഫീൽസ് മച്ച് ബെറ്റർ. അദ്ദേഹം കളിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് കൃത്യമായിട്ട് പറയുന്നു. എംബാപ്പെ ട്രാവൽസ് ടുമാറോ, ദി ഗെയിം വിൽ ബി ഡിഫറെന്റ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. അതാണ് ഇപ്പോൾ സാബിയും ഉറപ്പിച്ചു പറയുന്നത്. എന്ന് പറഞ്ഞാൽ എംബാപ്പയ്ക്ക് ചെറിയ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ വരാതിരുന്നത്. എന്നാൽ ഇന്നലെയൊക്കെ അദ്ദേഹം നന്നായിട്ട് അതിനുവേണ്ടി റിക്കവർ ആവാൻ വേണ്ടി പരിശ്രമിച്ചു. മണിക്കൂറുകളോളം അദ്ദേഹം വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ റയൽ മാഡ്രിഡിൻ്റെ അടുത്ത വൃത്തങ്ങൾ പുറത്തേക്ക് വിട്ടു. അദ്ദേഹം ദൃഢനിശ്ചയത്തിലായിരുന്നു സൂപ്പർ കപ്പ് കളിക്കണം, ഫൈനലിൽ കളിക്കണമെന്ന്. യെസ്, കിലിയൻ എംബാപ്പെ ഫൈനലിലേക്ക് വരുമ്പോൾ അതെന്തായാലും ബാഴ്സലോണക്ക് ശുഭകരമായിട്ടുള്ളൊരു വാർത്തയല്ല. മികച്ച ഫോമിലാണ് ഇപ്പോൾ എംബാപ്പെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഗോൾ അടിച്ച് കൂട്ടുകയാണ്. ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് കിലിയൻ എംബാപ്പയുടെ ഭാഗത്ത് നിന്ന് ഗോൾ ഉണ്ടായിരുന്നു. അന്ന് 2-1 റയൽ മാഡ്രിഡ് FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തി. ഒക്ടോബറിൽ ലാലിഗയിൽ ഇവർ തമ്മിൽ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ കിലിയൻ എംബാപ്പയും ജൂഡ് ബെല്ലിംഗാമുമാണ് അന്ന് ഗോൾ അടിച്ചത്. റയലിനായിട്ട് മറുഭാഗത്ത് ലോപ്പസാണ് ബാഴ്സയുടെ ഗോൾ കണ്ടെത്തിയിരുന്നത്. എന്തായാലും എംബാപ്പെ വരുന്നു എന്നുള്ളത് ബാഴ്സയ്ക്ക് ഒരു ശുഭവാർത്തയേ അല്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.